മൂന്നാർ ന്യൂ നഗറിൽ മോഷണം നടത്തിയ പ്രതി പിടിയിൽ. ന്യൂ നഗറിലെ ന്യൂ ശക്തി വിനായക ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ ഭണ്ഡാരം മോഷണം പോയത്. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ പരാതിയെ തുടർന്ന് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം പിടിയിലാവുന്നത്. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂ നഗറിലെ ശക്തിവിനായകൻ ക്ഷേത്രത്തിൽ ഭണ്ഡാരം മോഷണം പോയത്. ക്ഷേത്രത്തിനകത്തെ വാതിൽ തകർത്ത് ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. വരാനിരിക്കുന്ന ക്ഷേത്രോത്സവത്തിനായി നീക്കിവെച്ച നേർച്ചപ്പണമാണ് കള്ളൻ കൈക്കലാക്കി കടന്നുകളഞ്ഞത്. 10,000-ലധികം രൂപയാണ് മോഷണം പോയത്. ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയെ തുടർന്ന് മൂന്നാർ CI രാജൻ കെ അരമനയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ SI അജീഷ് കെ ജോൺ അന്വേഷണം ആരംഭിച്ചിരുന്നു. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കള്ളൻ ഭണ്ഡാരക്കുറ്റിയുമായി ഓടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി 20-കാരനായ ഗൗതം പോലീസിന്റെ പിടിയിലാകുന്നത്. മൂന്നാർ ന്യൂ നഗറിലെ ഹോം സ്റ്റേയിലെ ജീവനക്കാരനാണ് പിടിയിലായ ഗൗതം. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിൽ ഭണ്ഡാരത്തിലെ ചില്ലറത്തുട്ടുകൾ മാത്രം കണ്ടെടുത്തു. ബാക്കിയുള്ള തുക പ്രതി ചിലവാക്കിയതായാണ് പോലീസ് നൽകുന്ന വിവരം. MG നഗറിന് സമീപത്തുള്ള പൊന്തക്കാട്ടിലെ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും ഭണ്ഡാരം കണ്ടെടുത്തു. ഭണ്ഡാരം മോഷണം പോയ കേസിൽ പ്രതിയെ ഉടനെ പിടികൂടിയ മൂന്നാർ പോലീസിന് നന്ദി പറയാനും ക്ഷേത്ര ഭാരവാഹികൾ മറന്നില്ല. மூணார் காலனி சக்தி விநாயகர் கோயிலில் உண்டியில் கிளம்பிட்டு போனாங்கன்னு அன்றைக்கி நாங்கள் கம்ப்ளைண்ட் கொடுத்துருந்தோம். அது இன்றைக்கி நம்ம மூணார் போலீஸ் அந்த திருடனை கண்டுபிடிச்சி ஆக்ஷன் எடுத்தாங்க. உடனே அந்த திருடனை கண்டுபிடிச்சி உடனே ஆக்ஷன் எடுத்ததுக்கு நம்ம மூணார் காவல் நிலையத்துக்கு மிகப்பெரிய நன்றி தெரிவிச்சுக்கிறோம். മൂന്നാർ പ്രിൻസിപ്പൽ SI അജീഷ് കെ ജോൺ, SI സുരേഷ് KR, പോലീസുകാരായ ധോണി ചാക്കോ, ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.